ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള തെളിവെടുപ്പ് ഇന്ന് ഉണ്ടായേക്കും. ചെന്നൈ, ഹൈദരാബാദ്, ബാംഗ്ലൂർ എന്നിവിടങ്ങളിലും പോറ്റിയുടെ സഹോദരിയുടെ വീടുകൾ, സഹായി വാസുദേവന്റെ വീട്, ശബരിമല എന്നിവിടങ്ങളിലും എത്തിച്ചാണ് തെളിവെടുക്കാൻ സാധ്യത. കേസിൽ കൂടുതൽ വ്യക്തതയ്ക്കായി പോറ്റിയെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. തുടർച്ചയായ 4ാം ദിവസമാണ് ചോദ്യം ചെയ്യൽ. ദേവസ്വം വിജിലൻസിന് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴിയിലും പ്രത്യേക അന്വേഷണ സംഘത്തിന് സംശയമുണ്ട്. മൊഴിയിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കുന്നത്. വിവരങ്ങളുമായി വീണ ചേരുന്നുണ്ട്. വീണ, 4ാം ദിവസവും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇന്നെന്തായാലും തെളിവെടുപ്പിനുള്ള ഒരു സാധ്യതയുണ്ടോ? മാത്രമല്ല, ഈ 3 ദിവസമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ എന്തൊക്കെ നിർണായക വിവരങ്ങളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുള്ളത്? അശ്വതി, ഗുഡ് മോർണിംഗ്. ഇന്ന് അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയതിൻ്റെ 4ാം ദിവസമാണ്. കഴിഞ്ഞ 3 ദിവസവും ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വർണ്ണ കവർച്ച വിഷയവുമായി ബന്ധപ്പെട്ട് വിശദമായ വിവരങ്ങൾ തന്നെയാണ് ചോദ്യങ്ങൾ ചോദിച്ച് പോലീസ് അന്വേഷണ സംഘം തേടിക്കൊണ്ടിരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ പറഞ്ഞിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 5.5 മണിക്കൂറിലധികം നീണ്ടുനിന്ന ഒരു തെളിവെടുപ്പ് നടക്കുകയുണ്ട്. ഈ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ, പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ള വിവരങ്ങൾ ഇതിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇന്നും അതിൻ്റെ ഒരു തുടർച്ചയുണ്ടാകും. ഇന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ചോദ്യങ്ങൾ, പോറ്റി പറഞ്ഞ വിവരങ്ങളിൽ സംശയങ്ങൾ നിലനിൽക്കുന്നതുണ്ട്. അതുപോലെ തന്നെ വ്യക്തത വരുത്തേണ്ടതുണ്ട് ചില ചോദ്യങ്ങളിൽ, ആ ഒരു ഉത്തരങ്ങളിൽ. അതൊക്കെ ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടുതലും അന്വേഷണ സംഘം ഇന്ന് തേടുകയാണ്. ഇത്തരത്തിലുള്ള നടപടികൾ തന്നെയാണ് ഈ ദിവസവും പുരോഗമിക്കുന്നത്. മറ്റൊരു സാധ്യത, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ദേവസ്വം ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ബന്ധമാണ്. ആ ഒരു ബന്ധവുമായി ബന്ധപ്പെട്ട് മുരാരി ബാബു അടക്കമുള്ള ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ, പ്രാരംഭ നടപടിക്രമങ്ങൾ അന്വേഷണ സംഘം ആരംഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴിയിൽ ചില രേഖകൾ ഈ ശബരിമലയിൽ നിന്ന് സ്വർണം തട്ടിയെടുത്തു എന്നും ഇത് വിറ്റതിന് ശേഷം ഈ ഒരു തുക പങ്കിട്ടെടുത്തുവെന്നും ആ പണം ഉപയോഗിച്ച് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിൻ്റെ, സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടത്തിയതിൻ്റെ വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തിന് നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരത്തെ കിളിമാനൂരിലുള്ള പുളിമാത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പരിശോധന നടത്തിയത്. പരിശോധനയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ കണ്ടെത്തി. ചില രേഖകൾ അഗ്നിക്കിരയാക്കിയ രീതിയിലായിരുന്നു. ഈ ചാരങ്ങളടക്കം ശേഖരിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളും പോലീസ് തേടുന്നുണ്ട്. വീട്ടുകാരിൽ നിന്നടക്കം മുഴുവനായിട്ടുള്ള രേഖകളടക്കം പരിശോധിക്കുകയാണ് ചെയ്തത്. ഇത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ചില നിർണായക വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. വട്ടിപ്പലിശ ഇടപാടുകളടക്കമുള്ള കാര്യങ്ങളൊക്കെ 2020 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്യുന്നുണ്ട്. ആധാരമൊക്കെ ഈടായി വാങ്ങിയിട്ടാണ് ഇത്തരത്തിലുള്ള പലിശ ഇടപാട് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിരിക്കുന്നത്. അതിൽ ചില ആധാരങ്ങൾ തൻ്റെ പേരിലേക്ക്, പോറ്റിയുടെയും കുടുംബാംഗങ്ങളുടെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നും അന്വേഷണ സംഘത്തിന് അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളടക്കം ലഭിച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ്. ഇതെങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് ഈ ഒരു പണം എത്തിയത്, ആ തുകയുടെ എത്ര തുകയാണ് കിട്ടിയത്, ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ഇടപാടുകാർ ആരൊക്കെയാണ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ അന്വേഷണം തന്നെയാണ് ഇപ്പോഴും SIT സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെ പരിശോധനയാണ് നിലവിൽ കഴിഞ്ഞത്. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതിന് മുന്നോടിയായി ആരൊക്കെയാണ് ചേർന്ന് ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയത്, ആർക്കൊക്കെ ഇതിൻ്റെ ലാഭം ലഭിച്ചു, കൂട്ടുപ്രതികൾ ആരൊക്കെയാണ്, അവരെ കസ്റ്റഡിയിലെടുക്കുകയും അവരെ ചോദ്യം ചെയ്യുന്ന നീക്കം നടക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? അശ്വതി, അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും അന്വേഷണ സംഘം വ്യക്തമായി പുറത്തുവിടുന്നില്ലെങ്കിലും ചില സൂചനകളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ചില ഉന്നതരുടെ പേരുകൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ആ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെത്തി രേഖകൾ മാത്രമല്ല മൊബൈൽ ഫോണും ഒപ്പം തന്നെ ലാപ്ടോപ്പുകളും പരിശോധിക്കുകയുണ്ടായി. ആശയവിനിമയങ്ങൾ, അതായത് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കമുള്ള ഉന്നതരുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്, അവരുമായി ബന്ധപ്പെട്ടുള്ള ആശയവിനിമയങ്ങൾ, ഫോൺ സംഭാഷണങ്ങൾ, ഇതൊക്കെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങളും ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഈ ഉന്നതർ ആരൊക്കെയാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റി പലപ്പോഴും തൊട്ട് മുന്നേയുള്ള ദിവസങ്ങളിലും എല്ലാ ദിവസങ്ങളിലും കസ്റ്റഡി കാലാവധിയിൽ നടപടിക്രമം എന്നോണം വൈദ്യ പരിശോധനയ്ക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ജനറൽ ആശുപത്രിയിൽ എത്തിക്കാറുണ്ട്. ഈ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളൊന്നും പറയാനില്ല, അന്വേഷണത്തിൽ എല്ലാ വിവരങ്ങളും, അന്വേഷണം നടക്കുകയാണ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും പുറത്തു വരുമെന്നാണ്. തന്നെ കുടുക്കിയെന്ന തരത്തിലുള്ള മറുപടികളാണ് ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങളെടുത്തൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ പ്രതികരണത്തിലൊക്കെ ഉണ്ടായിരുന്നത്. ഉന്നതരുടെ ബന്ധമുണ്ടെന്ന് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആവർത്തിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിന് ചില
ചിലരുടെ പേര് വിവരങ്ങൾ നൽകിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ചിലർ അന്യ സംസ്ഥാനത്തുള്ളവരാണെന്നുള്ള വിവരങ്ങളടക്കമാണ് നമുക്ക് ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഉദ്യോഗസ്ഥരെ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലായിരിക്കും അന്വേഷണ സംഘം ഇനി അടുത്ത ഘട്ടത്തിൽ കടക്കുക. ഈ ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിലെടുക്കുക, അവരെ ചോദ്യം ചെയ്യുക, ഇവരുമായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധം. അതുമാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവരെ എങ്ങനെയാണ് സൗഹൃദത്തിലായത്, എത്തരത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്പോൺസർ ആകുവാനുള്ളൊരു സാധ്യത ശബരിമലയിൽ ഉണ്ടായത്, ആരൊക്കെ ചേർന്നാണ് ഇത്തരത്തിൽ സ്വർണം പലയിടങ്ങളിലായി പല സംസ്ഥാനങ്ങളിലായി കൊണ്ടുപോയത്, ബംഗളൂരു, ചെന്നൈ, അതുപോലെ തന്നെ ഹൈദരാബാദ് ഇടങ്ങളിൽ ഈ ഒപ്പം പോയപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണവും പൂശുന്നതിനുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ ഈ ഉദ്യോഗസ്ഥരാരെങ്കിലും ഒപ്പം ചെന്നിരുന്നു. അതുമാത്രമല്ല, ഈ രേഖകൾ ദേവസ്വം ബോർഡിലെ ഈ രേഖകൾ എത്തരത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നുള്ള ഹൈക്കോടതിയിലടക്കം ആ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതുമാണ്. ആ ഉദ്യോഗസ്ഥരാരൊക്കെയാണ്? മുരാരി ബാബു അടക്കമുള്ള ഉദ്യോഗസ്ഥരുണ്ട്. അല്ലാതെ ഉന്നതരാരൊക്കെയാണ്? അവർ തമ്മിലുള്ള ഈ ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇവരെല്ലാവരും കൂടി ചേർന്നാണോ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ ചോദ്യം ചെയ്യലിന്റെ പല ഘട്ടങ്ങളിലും ഉണ്ണികൃഷ്ണൻ വൈരുദ്ധ്യമായ മൊഴികളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും അന്വേഷണ സംഘത്തിന് ഒരു വെല്ലുവിളിയല്ലേ? തീർച്ചയായും അശ്വതി, അത് തന്നെയാണ്. ചില സമയത്ത് ചില ചോദ്യങ്ങളോട് പ്രതികരിക്കാതിരിക്കുന്നുണ്ട്. ചില സമയത്ത് ചില ചോദ്യങ്ങൾ ആവർത്തിക്കുമ്പോൾ ആദ്യം പറഞ്ഞ ഉത്തരത്തിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള ഉത്തരമാണ് പിന്നീട് നൽകുന്നത്. ഇത് ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ട്. ആ ആശയക്കുഴപ്പം അതിൽ വ്യക്തത വരുത്താനായിട്ടാണ് ഉദ്യോഗസ്ഥരുടെ പേര് പറയുമ്പോൾ മറ്റു ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ബന്ധം എന്താണെന്നുള്ള പരിശോധനകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പുകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടത്തുന്നത്. മാത്രമല്ല, ഈ പേരുകൾ ആവർത്തിച്ച് വീണ്ടും പറയുമ്പോൾ ആ ഉദ്യോഗസ്ഥരെ കൂടി കസ്റ്റഡിയിലെടുത്ത് അവരടുത്തും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ഒറ്റയ്ക്കിരുത്തിയാണ് ചോദ്യം ചെയ്യുന്നത്. ഇനി ആ ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്നതിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉദ്യോഗസ്ഥരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. ഇത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളിൽ അത് വ്യക്തത വരുത്താനും മാത്രമല്ല ആ മൊഴികളിൽ എത്ര കൃത്യതയുണ്ടെന്ന് ഉറപ്പാക്കുവാനും വേണ്ടിയിട്ടാണ്. അതിനുശേഷമായിരിക്കും തെളിവെടുപ്പ് ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുക. തിരുവനന്തപുരത്തെ വീട്ടിൽ പരിശോധന മാത്രമേ നടന്നിട്ടുള്ളൂ. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയും അവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്വർണ്ണപ്പാളിയുമായി സഞ്ചരിച്ച ഇടങ്ങളിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റു ഉദ്യോഗസ്ഥരെയും കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തുന്നൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഏറ്റവും നിർണായകമെന്ന് പറയുന്നത് ഈ സ്മാർട്ട് ക്രിയേഷൻ കമ്പനിയിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പൂശൽ കാര്യങ്ങളൊക്കെ നടന്നത്, സ്വർണ്ണപ്പൂശൽ കാര്യങ്ങളൊക്കെ നടന്നത്. അവിടുത്തെ തെളിവെടുപ്പും ഏറെ നിർണായകമാണ്. അധികം വൈകാതെ തന്നെ അന്വേഷണ സംഘം അതിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുവാനുള്ളൊരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. തുടർന്നായിരിക്കും മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ഈ സ്വർണ്ണപ്പാളിയുമായി പല വീടുകളിലെത്തി അതുപോലെ തന്നെ അവിടെ പൂജയും മറ്റു കാര്യങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, അതിൻ്റെ പേരിൽ പണപ്പിരിവ് കൂടി നടത്തിയിട്ടുണ്ട്. സ്പോൺസർമാരിൽ നിന്നടക്കം വൻതുക ഉണ്ണികൃഷ്ണൻ പോറ്റി പിരിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും സാമ്പത്തിക ഇടപാടുകളുടെ കൃത്യമായ വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതിനുശേഷമായിരിക്കും ശബരിമലയിൽ അടക്കമുള്ള തെളിവെടുപ്പ് നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുക. അശ്വതി, 30 വരെയാണ് ഈ ഒരു കസ്റ്റഡി കാലാവധി. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങളും നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അശ്വതി. ശരി, വീണയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.